നേർന്നത്? എനിക്ക് വീട്ടിൽ പോണം. അറിയാവുന്ന എല്ലാ ദൈവങ്ങൾക്കും നേർന്നിട്ടുണ്ട് തന്റെ പട്ടിക്കോ പൂച്ചയ്ക്കോ എന്തെങ്കിലും ഒരു അസുഖം പിടിക്കണമെന്ന്. അങ്ങനെയെങ്കിലും തന്നെ ഒന്ന് കാണാൻ കിട്ടുമല്ലോ. താൻ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ. ഒരാളെ ഇഷ്ടപ്പെടാൻ അയാളുടെ അനുവാദം വേണമെന്നില്ലല്ലോ. ഒരു അപേക്ഷയുണ്ട്. വല്ലപ്പോഴും എന്റെ കൂട്ടുകാരിയെ കാണാൻ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നിങ്ങൾ കാരണം എനിക്ക് ഇല്ലാണ്ടാവരുത്. തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നീയൊന്ന് മൂളിയ ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കുക. പേടിക്കണ്ട, പൂർണ്ണ മനസ്സോടെ മതി. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരിക്കും. അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ്, മനസാക്ഷി എന്ന നിന്റെ കോടതി. ഒരു നോക്ക് കണ്ട അന്ന് മുതൽ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി അവമാനിതരായി. ഞാൻ ഈ നാട്ടിൽ വന്നതുപോലും നിന്നെ സ്വന്തമാക്കാനാണ്. ഇപ്പോഴും നട്ടിലോടെ നിൽക്കുക നിന്റെ മനസ്സമ്മതത്തിന് വേണ്ടി മാത്രം. എന്നെ വെറുക്കാൻ പറ്റുമോ നിനക്ക്? എന്നെ അകറ്റാൻ പറ്റുമോ നിനക്ക്? എന്താ എന്തു വെച്ചു മോളെ? അന്നത്തെ പെണ്ണന്വേഷണവും ബഹളവും കഴിഞ്ഞ പിന്നെ ഇങ്ങനെയാ. കണ്ട തെണ്ടിയൊക്കെ പെണ്ണ് ചോദിച്ച ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? ഇല്ല, ഒരുത്തിനോർത്ത് നീ ഇനി പേടിക്കേണ്ടി വരില്ല. എന്താ എന്റെ മോൾക്ക് പറ്റിയേ? എനിക്ക് പേടിയാവുന്നു അമ്മ. അമ്മ എന്റെ ഒപ്പം കിടക്കുവോ? സ്കൂളിൽ നിന്ന് വരട്ടെ, അതിനുശേഷം സംസാരിക്കാം. ഞാൻ ആകെ ടെൻഷനിലായിഷേ. നീ എന്തിനാ അവരെ പേടിക്കുന്നേ? പറയാനുള്ളത് മുഖത്തോക്കി പറയണം. അവരെന്നെ പിന്തുടരുകയാ. ഞാൻ അവരോട് സംസാരിച്ച പ്രശ്നം. ഇളയച്ചൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ചൊല്ലി എന്തൊക്കെ ദുരന്തങ്ങളാണാവോ സംഭവിക്കാൻ പോണത്. ഞാൻ പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല. എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ഇപ്പൊ എനിക്കറിയണം. കൈവിട്. ഇല്ല, അതറിയാതെ ഞാൻ വിടില്ല. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും അതറിഞ്ഞേ ഞാൻ വിടുള്ളൂ. അറിയണോ അല്ലേ? ഈ ജന്മത്തില് എനിക്കൊരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ഒരാളെ മാത്രം. അവളെ കമന്റ് അടിക്കാൻ മാത്രം ആളായോ നീ? അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാന്ന് നിനക്ക് അറിയണം. അതാ
എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ കൊടലടിക്കും ഞാൻ. അരീന്ദ്രന്റെ പെണ്ണായത്, അരീന്ദ്രന്റെ മാത്രം പെണ്ണ്. അതെ, പിന്നെ ഹരീന്ദ്രന്റെ പെണ്ണായി ജീവിക്കാൻ ഞാൻ ശീലിച്ചു. ഇനി എന്നെ ചൊല്ലി വീണ്ടും ഒരു ദുരന്തം, അത് കാണാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ എനിക്കറിയാം ഈ മനസ്സിനുള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ അന്ന് അച്ഛമ്മയുടെ കൺവെട്ടത്ത് നിന്നും എന്നെ ഒളിപ്പിച്ചത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ, ആ സ്നേഹം കൊണ്ട് തന്നെയാ ഇപ്പോഴും പറയുന്നത്. ഇനി എന്നെ കാണരുത്, ഇഷ്ടപ്പെടരുത്. ഈ നാട്ടിൽ ഹൃദയത്തിനേക്കാൾ വില കൽപ്പിക്കേണ്ടത് സ്വന്തം ജീവനാ. അതുകൊണ്ട് അപേക്ഷിക്കുക, എന്നെ മറക്കണം. ചെറിയച്ഛന്റെ ആൾക്കാരാ, മാറിക്കോ, അവര് കാണണ്ട. ഞാൻ മാറില്ല. അയ്യോ, അവര് കണ്ട കൊല്ലും. ഞാൻ മാറില്ലെന്ന് പറഞ്ഞു. കേക്ക്. എവിടെയായിരുന്നു? ആയിഷയുടെ വീട്ടില്. കേറി ജീപ്പില്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അച്ഛമ്മേ, ആ ഡോക്ടറെ കൈയോടെ കിട്ടി. തീർത്തു, തീർത്തു. രാഘവ, ഈ ചോരയ്ക്ക് ഞാൻ പകരം ചോദിച്ചേ അടങ്ങൂ. എന്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്റെ പെണ്ണായിട്ടേ അവൾ ജീവിക്കൂ.